ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് ഇന്ന് കമ്പ്യൂട്ടർ പഠിക്കാം. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയാണ് പഠിപ്പിച്ചത്? ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് പഠിപ്പിച്ചു, കമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ പഠിപ്പിച്ചു, പിന്നെ എന്ത് പഠിപ്പിച്ചു? സിസ്റ്റം യൂണിറ്റ് പഠിപ്പിച്ചു. പിന്നെന്താ പഠിപ്പിച്ചത്? സിസ്റ്റം യൂണിറ്റ്. ഇത്രയല്ലേ ടീച്ചർ പഠിപ്പിച്ചത്? ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ. ഓക്കെ, കമ്പ്യൂട്ടറിലെ ഇൻട്രൊഡക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് മോണിറ്റർ. മോണിറ്റർ എന്താ നിങ്ങൾക്ക് അറിയാമോ? മോണിറ്റർ ഡിസ്പ്ലേ ദ ഇൻഫർമേഷൻ ഇൻ വിഷ്വൽ ഫോം using text and graphics. Okay, a monitor displays information in visual form using text and graphics. അതായത് മോണിറ്റർ എന്ത് ചെയ്യുന്നു? ആ ടെക്സ്റ്റിലെ ഗ്രാഫിക്സ് എന്നിവ ഉപയോഗിച്ച് മോണിറ്റർ വിവരങ്ങൾ വിഷ്വൽ രൂപത്തിൽ പ്രദർശിപ്പിക്കുന്നു. അതായത് ടെക്സ്റ്റും ഗ്രാഫിക്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ മോണിറ്റർ ആ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? വിഷ്വൽ രൂപത്തിൽ പ്രദർശിപ്പിക്കുന്നു. മോണിറ്റർ എന്ത് ചെയ്യുന്നു? ഗ്രാഫിക്സും ടെക്സ്റ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ വിവരങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? വിഷ്വൽ രൂപത്തിൽ പ്രദർശിപ്പിക്കുന്നു. എ മോണിറ്റർ ഡിസ്പ്ലേ ഇൻഫർമേഷൻ ഇൻ വിഷ്വൽ ഫോം യൂസിങ് ടെക്സ്റ്റ് ആൻഡ് ഗ്രാഫിക്സ്. അതായത് മോണിറ്റർ വിവരങ്ങളെ വിഷ്വൽ രൂപത്തിൽ പ്രദർശിപ്പിക്കുന്നു. എങ്ങനെയാണ്? ടെക്സ്റ്റും ഗ്രാഫിക്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ മോണിറ്റർ എന്ത് ചെയ്യുന്നു? ആ വിവരങ്ങളെല്ലാം വിഷ്വൽ രൂപത്തിൽ കാണാൻ കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? പ്രദർശിപ്പിക്കുന്നതാണ് പ്രദർശിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് പ്രിന്റർ. രണ്ടാമത്തെ ഏതാണ്? പ്രിന്റർ. എ പ്രിന്റർ ട്രാൻസ്ഫേഴ്സ് ഡേറ്റ ഫ്രം എ കമ്പ്യൂട്ടർ onto a paper. A printer transfers data from a computer onto a paper. അതായത് കമ്പ്യൂട്ടറിൽ നിന്ന് പേപ്പറിലേക്ക് എന്ത് ചെയ്യുന്നു? ഡേറ്റ കൈമാറുന്നു. കമ്പ്യൂട്ടറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ആ പേപ്പറുകളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു? ഡേറ്റകൾ കൈമാറുന്നു. കമ്പ്യൂട്ടറിൽ നിന്നും പേപ്പറുകളിലേക്കൊക്കെ ഡാറ്റ കൈമാറുന്നു. കമ്പ്യൂട്ടറുകളിൽ നിന്നും പേപ്പറുകളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു? ഡാറ്റ കൈമാറുന്നു. അടുത്തത് സ്പീക്കർ. സ്പീക്കർ എന്താണെന്ന് നോക്കാം. സ്പീക്കർ ആർ യൂസ്ഡ് ടു പ്ലേ സൗണ്ട്. ശബ്ദം പ്ലേ ചെയ്യാൻ എന്ത് ചെയ്യുന്നു? സ്പീക്കർ ഉപയോഗിക്കുന്നു. ശബ്ദം എന്ത് ചെയ്യാൻ? പ്ലേ ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? സ്പീക്കർ ഉപയോഗിക്കുന്നു. സ്പീക്കർ ആർ യൂസ്ഡ് ടു പ്ലേ സൗണ്ട്. ശബ്ദം പ്ലേ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? സ്പീക്കർ ഉപയോഗിക്കുന്നു. സ്പീക്കർ ആർ യൂസ്ഡ് ടു പ്ലേ സൗണ്ട്. അതായത് ശബ്ദം പ്ലേ ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? സ്പീക്കർ ഉപയോഗിക്കുന്നു. They may be built into the system unit or connected with the cables. They may be built into the system unit or connected with the cables. They may be built into the system unit or connected with the cables. അതായത് അവ സിസ്റ്റം യൂണിറ്റിലേക്ക് നിർമ്മിച്ചിരിക്കാം അല്ലെങ്കിൽ കേബിളുകളുമായി ബന്ധിപ്പിച്ചിരിക്കാം. എന്ത് ചെയ്യാം? ആ സിസ്റ്റം യൂണിറ്റുമായിട്ടോ കേബിളുമായിട്ടോ ഒക്കെ എന്ത് ചെയ്യാം? ബന്ധിപ്പിച്ചിരിക്കാം. ആ സിസ്റ്റം യൂണിറ്റുമായിട്ടോ അല്ലെങ്കിൽ കേബിളുമായിട്ടോ ഒക്കെ എന്ത് ചെയ്യാം? ബന്ധിപ്പിച്ചിരിക്കാം. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. സ്പീക്കർ ഒന്നുകൂടെ ശ്രദ്ധിച്ച്. സ്പീക്കർ ആർ യൂസ്ഡ് ടു പ്ലേ സൗണ്ട്. They may be built into the system unit or connected with the cables. They may be built into the system unit or connected with the cables. ഇനി അടുത്തത് മോഡം. Okay, to connect your computer to the internet you need a modem. To connect your computer to the internet you need a modem. അതായത് നിങ്ങൾ കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റിലേക്ക് ബന്ധിപ്പിക്കുന്നത് എന്ത് വേണം? മോഡം വേണം. എന്താ? നിങ്ങൾ നിങ്ങളെ കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റിലേക്ക് ബന്ധിപ്പിക്കുന്നതിൽ എന്ത് വേണം? മോഡം വേണം. Okay. ഇനി അടുത്തത് കാറ്റഗറീസ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർമാർക്കുള്ള കാറ്റഗറീസ്
is the characteristics of a computer. Let us identify major characteristics of a computer. കമ്പ്യൂട്ടറിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടറിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Let us identify the major characteristics of a computer. This can be discussed under the heading of speed. എന്തൊക്കെയാണ് ഇതിന്റെ തലക്കെട്ടുകളിൽ പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്? This can be discussed under the heading of speed. Speed, accuracy, intelligence, facility and memory. Okay, എന്തൊക്കെയാണ്? വേഗത, കൃത്യത, ഉത്സാഹം, വൈദഗ്ധ്യം, മെമ്മറി എന്നിവയാണ് ഇതിന്റെ തലക്കെട്ടുകളിൽ പറഞ്ഞിരിക്കുന്നത്. ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ്? സ്പീഡ്, അക്യുറസി, ഡിലൻസ്, ഫെസിലിറ്റി ആൻഡ് മെമ്മറി. അതായത് വേഗത, കൃത്യത, ഉത്സാഹം, വൈദഗ്ധ്യം. വേഗത, കൃത്യത, ഉത്സാഹം, വൈദഗ്ധ്യം, മെമ്മറി. എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്? ഏതൊക്കെയാണ്? വേഗത, കൃത്യത, ഉത്സാഹം, വൈദഗ്ധ്യം, മെമ്മറി. ഓക്കെ, സ്പീഡ് എന്താണെന്ന് നോക്കാം. വേഗത എന്താണെന്ന് നോക്കാം. വേഗത എന്താണെന്ന് നോക്കാം. As you know, computer can work very fast. As you know, computer can work very fast. Okay, speed എന്താണെന്ന് നോക്കാം. As you know, computer can work very fast. As you know, computer can work very fast. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കമ്പ്യൂട്ടർ വളരെ വേഗത്തിൽ എന്ത് ചെയ്യാം? പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടറുകൾ എന്ത് ചെയ്യുന്നു? വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടറുകളൊക്കെ എന്ത് ചെയ്യുന്നു? വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. ഓക്കെ, ഇറ്റ് ടേക്സ് ഓൺലി ഫ്യൂ സെക്കൻഡ്സ് ഓഫ് കാൽക്കുലേഷൻ ദാറ്റ് we take hours to complete. It take only few seconds for calculation that we take hours to complete. അതായത് കണക്കുകൂട്ടലുകൾ പൂർത്തിയാക്കാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ എടുക്കൂ. കമ്പ്യൂട്ടറുകളുടെ കണക്കുകൂട്ടലുകളൊക്കെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് മണിക്കൂറുകൾ മാത്രമേ എന്തെടുക്കൂ? കമ്പ്യൂട്ടറുകൾ എടുക്കുന്നുള്ളൂ. കമ്പ്യൂട്ടറുകൾ കണക്കുകൂട്ടലുകളൊക്കെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ എന്ത് എടുക്കുന്നുള്ളൂ. കമ്പ്യൂട്ടറുകൾ എന്ത് ചെയ്യുന്നു? കണക്കുകൂട്ടലുകളെല്ലാം പൂർത്തിയാക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് മണിക്കൂറുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, യു വിൽ ബി surprised to know that computer can perform millions of instructions and earn even more per second. You will be surprised to know that computer can perform millions of instructions and even more per second. You will be surprised that know that computer can perform millions of instructions and even more per second. You will be surprised to know that computer can perform millions of instructions and even more per second. You will be surprised to know that computer can perform millions of instructions and even more per second. അതായത് കമ്പ്യൂട്ടറിലെ സെക്കൻഡുകളിൽ ദശലക്ഷക്കണക്കിന് നിർദ്ദേശങ്ങളും അതിലേറെ നിർവഹിക്കാൻ കഴിയുമെന്ന് അറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും. അതായത് കമ്പ്യൂട്ടറിന് സെക്കൻഡുകളിൽ ദശലക്ഷക്കണക്കിന് നിർദ്ദേശങ്ങളും അതിലേറെ നിർവഹിക്കാൻ, അതായത് കമ്പ്യൂട്ടറിന് സെക്കൻഡുകളിൽ ഇഷ്ടം പോലെ ഒരുപാട് വർക്കുകൾ ചെയ്യാനും അതുപോലെ തന്നെ അതിലേറെ നിർവഹിക്കാൻ നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറിന് സെക്കൻഡിൽ ദശലക്ഷക്കണക്കിന് നിർദ്ദേശങ്ങളും അതിലേറെ നിർവഹിക്കാൻ, അതായത് കമ്പ്യൂട്ടറിന് സെക്കൻഡിൽ ദശലക്ഷക്കണക്കിന് നിർദ്ദേശങ്ങളും അതിലേറെയും നിർവഹിക്കാൻ കഴിയുമെന്ന് അറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആശ്ചര്യപ്പെടില്ലേ? കമ്പ്യൂട്ടറിന് സെക്കൻഡുകളിൽ ദശലക്ഷക്കണക്കിന് വർക്കുകൾ ചെയ്യാൻ കഴിയുമെന്ന് അറിയുമ്പോൾ, അതിലേറെ ചെയ്യാൻ കഴിയുമെന്ന് അറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആശ്ചര്യപ്പെടില്ലേ? കമ്പ്യൂട്ടറിന് സെക്കൻഡുകളിൽ ദശലക്ഷക്കണക്കിന് വർക്കുകൾ ചെയ്യാനും അതിലേറെ വർക്കുകൾ ചെയ്യാൻ കഴിയുമെന്ന് അറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആശ്ചര്യപ്പെടില്ലേ? ഓക്കെ, ഒന്ന് നോക്കിക്കേ, സ്പീഡ് നോക്കിക്കേ. As you know, computer can work very fast. It takes only few seconds for calculation that we take hours to complete. You will be surprised to know that computer can perform millions of instructions and even more per second. Okay, accuracy നോക്കിക്കേ. അടുത്ത രണ്ടാമത്തത്. ഈ രണ്ടെണ്ണം ടീച്ചർ പഠിപ്പിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം പഠിപ്പിച്ചത് മൊത്തം എന്ത് ചെയ്യണം? ഒന്ന് വീട്ടിൽ നിന്ന് നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കണം. ക്ലാസ്സിനും കൂടെ എടുത്തിട്ട് ഇപ്പം ടീച്ചറിന് പഠിപ്പിച്ചത് മൊത്തം എന്ത് ചെയ്യണം? എല്ലാവരും വീട്ടിൽ നിന്ന് നല്ലതുപോലെ ഒന്നുകൂടെ വായിച്ച് നോക്കണം. ഓക്കെ, അക്യുറസി നോക്കിയേ. The degree of
accuracy of a computer is very high and very calculation is performed with the same accuracy. Accuracy എന്താണ് കൃത്യത. The degree of accuracy of a computer is very high and very calculation is performed with the same accuracy. അതായത് എല്ലാ കണക്കുകൂട്ടലുകളും ഒരു കൃത്യതയോടെ The degree of accuracy of a computer is very high and very calculation is performed with the same accuracy. ഒരു കമ്പ്യൂട്ടറിൽ കൃത്യതയുടെ അളവ് വളരെ ഉയർന്നതാണ്. ഒരു കമ്പ്യൂട്ടറിൽ എന്താണ് കൃത്യതയുടെ അളവ് വളരെ ഉയർന്നതാണ്. ഒരു കമ്പ്യൂട്ടറിൽ കൃത്യതയുടെ അളവ് എന്താണ് വളരെ ഉയർന്നതാണ്. ഓക്കെ. ഒപ്പം എല്ലാ കണക്കുകൂട്ടലുകളും ഒരേ കൃത്യതയോടെയാണ് നടത്തുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ കൃത്യതയുടെ അളവ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എല്ലാ കണക്കുകൂട്ടലുകളും ഒരേ കൃത്യതയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത് കമ്പ്യൂട്ടറുകളിൽ ചെയ്യുന്നത്. എല്ലാ കണക്കുകൂട്ടലുകളും ഒരേ കൃത്യതയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത് കമ്പ്യൂട്ടറുകളിൽ ചെയ്യുന്നത്. ഓക്കെ. The accuracy level is determined on the basis of the design of the computer. The accuracy level is determined on the basics of the design of the computer. അതായത് കമ്പ്യൂട്ടറിന്റെ രൂപകൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് കൃത്യത നിർണ്ണയിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ രൂപകൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് കൃത്യത നിർണ്ണയിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ രൂപകൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് കൃത്യത നില നിർണ്ണയിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ രൂപകൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് കൃത്യത നില നിർണ്ണയിക്കുന്നത്. ഓക്കെ. The errors in computer are due to human mistake or the errors in computer are due to human mistakes in inaccurate data. Okay. The errors in computer are due to human mistakes or inaccurate data. Okay. The errors in computer are due to human mistake in inaccurate data. അതായത് കമ്പ്യൂട്ടറിലെ പിശകുകൾ മനുഷ്യന്റെ തെറ്റ് അല്ലെങ്കിൽ കൃത്യമല്ലാത്ത ഡേറ്റ മൂലമാണ്. കമ്പ്യൂട്ടറിൽ തെറ്റുകൾ വരുന്നത് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ മൂലമായിരിക്കും. കൃത്യത അല്ലാത്ത ഡേറ്റ മൂലം കമ്പ്യൂട്ടറിൽ മിസ്റ്റേക്കുകൾ വരുന്നത് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ മൂലമോ അല്ലെങ്കിൽ കൃത്യതയില്ലാത്ത ഡേറ്റ മൂലമോ ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ തെറ്റുകൾ വരുന്നത്. കമ്പ്യൂട്ടർ തെറ്റുകൾ വരുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ചെയ്യുന്ന മനുഷ്യൻ നൽകുന്ന തെറ്റുകൾ മൂലമോ അല്ലെങ്കിൽ കൃത്യതയില്ലാത്ത ഡേറ്റ മൂലമോ ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് കമ്പ്യൂട്ടറുകളിൽ മിസ്റ്റേക്കുകൾ തെറ്റുകൾ വരുന്നത്. എന്നൊരു നോക്കിയൊക്കെ അക്യുറസി നോക്കിക്കേ. അതെന്താണ് കൃത്യത. The degree of accuracy of a computer is very high and very calculation is performed with the same accuracy. The accuracy level is determined on the basis of design of the computer. The errors in computers are due to the human mistake in accurate data. Okay. ഇപ്പം മനസ്സിലായില്ലേ? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ രണ്ടെണ്ണേ പഠിപ്പിച്ചോളൂ. ഒന്ന് സ്പീഡും ഒന്ന് അക്യുറസി. അത് രണ്ടും എന്ത് ചെയ്യണം നല്ലതുപോലെ പഠിക്കണം. മറ്റേ മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ മോഡ് അതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു അത് നിങ്ങൾ നല്ലപോലെ പഠിക്കണം. വായിച്ച് പഠിക്കണം. വായിച്ച് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം ഈ ടെക്സ്റ്റ് ടീച്ചർ പഠിപ്പിച്ചത് തൊട്ട് ഇവിടെ വരെ 3 times റീഡ് ചെയ്യുക. 3 times റീഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം സൈൻ ചെയ്യും. പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് ടീച്ചർക്ക് ഇട്ടുതരണം. അതായത് ഈ ലെസൺ 1 ടീച്ചർ പഠിപ്പിച്ചത് തൊട്ട് ഇപ്പോൾ പഠിപ്പിച്ച് നിർത്തിയിടം വരെ എന്ത് ചെയ്യണം 3 times റീഡ് ചെയ്യണം. റീഡ് ചെയ്തതിന് ശേഷം പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. സൈൻ ചെയ്യിപ്പിച്ചിട്ട് ടീച്ചർക്ക് ഇട്ട് തരണം. എല്ലാവർക്കും ഓക്കെ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മലയാളത്തിൻ്റെ ആദ്യത്തെ പാഠം പഠിച്ചു അല്ലേ? കാട്ടിലെ കളി ഓർമ്മയില്ലയോ? ചെറുശ്ശേരി എഴുതിയ കൃഷ്ണഗാഥയിലെ കുറച്ച് ഭാഗമാണ് നമ്മൾ കാട്ടിലെ കളി എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചത് അല്ലേ? കൃഷ്ണനും കൂട്ടുകാരും വൃന്ദാവനത്തിൽ കളിക്കുകയായിരുന്നു അല്ലേ? എങ്ങനെയാണ് മയില് കൂവുമ്പോൾ കൂടെ കൂവിയും കുയിലുകൾ മധുരമായി പാടുമ്പോൾ കൂടെ പാടിയും പിന്നെന്താണ് കിളികൾ അല്ലെ പക്ഷികൾ ആകാശത്തോടെ പറന്നു പോകുമ്പോൾ അതിന്റെ നിഴലിനെയൊക്കെ പിടിക്കാനായിട്ട് കുന്നുകളൊക്കെ കയറി പോവുകയും അല്ലേ? പിന്നെന്താണ് വാനരന്മാരല്ലേ കുരങ്ങന്മാര് മരത്തിൽ ചാടി കയറുമ്പോൾ കൂടെ ചാടി കയറി വാല പിടിച്ച് വലിക്കുകയും ഒക്കെ ചെയ്യുന്ന കുരുത്തങ്ങളായിരുന്നു അല്ലയോ? അപ്പോ ഇങ്ങനെ ഇവർ ഈ വൃന്ദാവനത്തിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കംസന്റെ നിർദ്ദേശപ്രകാരം അസുരൻ എന്ത് ചെയ്തു? വൃന്ദാവനത്തിൽ വന്നു. എന്തിനാണ്? കൃഷ്ണനെയും കൂട്ടുകാരെയൊക്കെ അപായപ്പെടുത്താനായിട്ട് അല്ലേ? അങ്ങനെ വന്നിട്ട് അരയണത്തിന്റെ അടുത്ത് വലിയ നീളമുള്ള വലിയൊരു വിഷപ്പാമ്പായിട്ട് മാറി എന്ത് ചെയ്തു? കിടന്നു. എന്നിട്ട് കൃഷ്ണനും കൂട്ടുകാരും പോകുന്ന ദിശയിലോട്ട് എന്ത് ചെയ്തു?
പോകാനായിട്ട് തുടങ്ങി. എന്നിട്ട് ആ പാമ്പിന്റെ വിഷമുള്ള പാമ്പിന്റെ വാ എന്ത് ചെയ്തു? വലിയ പാമ്പിന്റെ വാ തുറന്ന് വെച്ചു. അത് പുറമേ നിന്ന് കാണുന്നവർക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗുഹയാണെന്നേ തോന്നത്തുള്ളായിരുന്നു, അല്ലയോ? എന്നിട്ടോ എന്തിനാണ് അങ്ങനെ ഗുഹയായിട്ട് ഇങ്ങനെ വാ തുറന്നു വെച്ചത്? കൂട്ടുകാരും കൃഷ്ണനും ഒക്കെ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് അതിനകത്തോട് ഓടി വന്ന് കയറുമ്പോൾ ഈ വായന്ന് അടച്ചിട്ട് കൃഷ്ണനെയും കൂട്ടുകാരെയൊക്കെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലയോ? അപ്പോ അതിന്റെ എക്സസൈസ് അല്ലെ, അതിന്റെ പാഠപ്രവർത്തനങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് കാറാം ക്ലാസ് ഒക്കെ ആയല്ലേ? അപ്പൊ ടീച്ചർ പെട്ടെന്ന് എല്ലാം അതുപോലെ പറഞ്ഞു തന്നാലോ? നിങ്ങളും കൂടെ ചിന്തിച്ചൊക്കെ എഴുതണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വർക്കും കൂടെ ടീച്ചർ നിന്നോട് തരും കേട്ടോ. അപ്പൊ ടീച്ചർ വർക്ക് തന്നിട്ട് അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പറഞ്ഞു തരും. ഓക്കെ, നോക്കി നമ്മളിവിടെ പേജ് നമ്പർ 6 കണ്ടോ? ഉത്തരം എഴുതുക. കണ്ടോ? ഉത്തരം പറയുക. കണ്ടോ? താഴെ പറയുന്ന ജീവികളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കളികളിലാണ് കുട്ടികൾ ഏർപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? താഴെ പറയുന്ന ജീവികൾ, നമ്മൾ ഈ കാട്ടിലെ കളി എന്ന പാഠഭാഗത്തില് പക്ഷികളെ പറ്റി പറഞ്ഞു അല്ലെ, മയിലിനെ പറ്റി പറഞ്ഞു, പിന്നെ എന്താണ് കുരങ്ങന്മാരെ പറ്റി പറഞ്ഞു അല്ലെ, കുരുവിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇവര് ഓരോരുത്തരുമായിട്ട് ഈ കൃഷ്ണനും കൂട്ടുകാരും എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് അവിടെ ചോദിച്ചിരിക്കുന്നത് കേകികൾ. കേകികൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മയിൽ അല്ലെ? അപ്പോ കേകികൾ എന്ന് പറഞ്ഞാൽ അർത്ഥം മയിൽ എന്നാണ് അല്ലെ? മയിലുമായിട്ട് കൃഷ്ണന്റെ കൂട്ടുകാർ എന്താണ് ചെയ്തത്? മയില് കൂകുമ്പോ കൂടെ എന്ത് ചെയ്തു? കൃഷ്ണന്റെ കൂട്ടുകാരൻ കൂകാനായിട്ട് തുടങ്ങി, അല്ലയോ? പിന്നെ പറയുന്നത് പക്ഷികൾ. പക്ഷികൾ എന്താണ്? പക്ഷികൾ ആകാശത്തുകൂടെ പറന്നു പോകുമ്പോ പക്ഷിയുടെ നേരത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ, പക്ഷിയുടെ കൂടെ ഓടി ഓടി പക്ഷി പറന്നു പോകുമ്പോൾ കൃഷ്ണന്റെ കൂട്ടുകാരൻ പുറമെ എന്ത് ചെയ്യും? ആ നേരത്തെ പിടിക്കാൻ വേണ്ടി ഓടിപ്പോയിട്ട് കുന്നുകള് വലിയ വലിയ മലകളും ഒക്കെ കയറി പോകാൻ തുടങ്ങി. പിന്നെ പറഞ്ഞത് വാനരന്മാർ. വാനരന്മാർ എന്ന് പറഞ്ഞ എന്താണ്? കുരങ്ങന്മാർ അല്ലേ? കുരങ്ങന്മാരുമായിട്ട് എങ്ങനെയാണ് കൃഷ്ണൻ കൂട്ടുകാരൻ ചെയ്തത്? ഈ വാനരന്മാര്, കുരങ്ങന്മാര് വലിയ വലിയ മരത്തിനകത്തൊക്കെ ചാടി കയറുമ്പോൾ അതിന്റെ കൂടെ കൃഷ്ണനും കൂട്ടുകാരും കയറി. എന്നിട്ടോ ആ കുരങ്ങന്മാരുടെ വാതിലൊക്കെ പിടിച്ച് വലിക്കാനായിട്ട് തുടങ്ങി, അല്ലയോ? അപ്പോ 3 എണ്ണമാണ് നമുക്കിവിടെ പറഞ്ഞത്: കേകികൾ, പക്ഷികൾ, വാനരന്മാർ അല്ലെ? കേകികൾ എന്ന് പറഞ്ഞാൽ മയിൽ എന്നാണ് അർത്ഥം, അല്ലയോ? നമ്മൾ പഠിച്ച കാര്യമാണ് അർത്ഥം. ഓക്കെ, അപ്പൊ കേകികൾ എന്ന് പറഞ്ഞാൽ മയിൽ. മയിൽ കൂകുമ്പോൾ, കേകികൾ കൂകുമ്പോൾ കൃഷ്ണനും കൂട്ടുകാരും കൂടെ കൂകാനായിട്ട് തുടങ്ങി. പിന്നെ പറഞ്ഞത് പക്ഷികൾ. പക്ഷികൾ പറന്ന് ആകാശത്തൂടെ പോകുമ്പോൾ അതിന്റെ നിഴലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കൂടെ എന്ത് ചെയ്തു? കൃഷ്ണനും കൂട്ടുകാരും ഓടി. പിന്നെ വാനരന്മാർ. വാനരന്മാർ എന്ന് പറഞ്ഞാൽ കുരങ്ങന്മാർ അല്ലെ? കുരങ്ങന്മാര് വലിയ മരത്തിന്റെ മുകളിലോട്ട് ഓടി കയറുമ്പോൾ കൂടെ ഓടി ഓടി കയറിയിട്ട് കുരങ്ങന്മാരുടെ വാലിലൊക്കെ പിടിച്ച് വലിക്കാനായിട്ട് തുടങ്ങി, അല്ലയോ? അപ്പൊ 3 എണ്ണത്തിന്റെ ആൻസർ ടീച്ചർ സ്വന്തമായിട്ട് പറഞ്ഞു തന്നു അല്ലെ? കേകികൾ എന്ന് പറഞ്ഞാൽ മയിലാണ്. മയിലിന്റെ കൂടെ കൃഷ്ണൻ കൂട്ടുകാർ എന്തൊക്കെയാണ് ചെയ്തത്? പക്ഷികളുടെ കൂടെ എന്തൊക്കെയാണ് ചെയ്തത്? വാനരന്മാർ, കുരങ്ങന്മാരുടെ കൂടെ എന്തൊക്കെയാണ് ചെയ്തത്? അപ്പൊ നിങ്ങൾ ടീച്ചർ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സെന്റൻസിൽ അതിന്റെ ആൻസർ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? അതിനൊന്ന് ചെയ്ത് നോക്കുക. മലയാളം നോട്ട്ബുക്കിലോട്ട് എഴുതണം എന്നില്ല. നിങ്ങൾക്ക് കോപ്പി റൈറ്റിംഗ് ബുക്ക് ഉണ്ടല്ലോ, മലയാളം കോപ്പി റൈറ്റിംഗ് ബുക്ക് ഉണ്ടല്ലോ. അപ്പൊ ആ കോപ്പി റൈറ്റിംഗ് ബുക്കിന്റെ ബാക്കിലായിട്ട് കേട്ടോ, കോപ്പി റൈറ്റിംഗ് ബുക്കിന്റെ ബാക്ക് സൈഡിലായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് വേണ്ടത് ടീച്ചറിന് ചെയ്ത് തരാനായിട്ട് കേട്ടോ. ഇതിന് കറക്റ്റ് നിങ്ങൾക്ക് സെന്റൻസ് ആക്കി ടീച്ചർ അടുത്ത ക്ലാസ്സിൽ തരും. അപ്പൊ നിങ്ങൾ നോക്കി നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് എഴുതിയാൽ മതി. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? ഇതൊക്കെ എഴുതിയൊക്കെ ശീലിക്കണം കേട്ടോ. ഇനിയപ്പോൾ അത് എഴുതി ശീലിക്കാനുള്ള സമയമാണ് ഇതൊക്കെ. നിങ്ങൾ സ്വന്തമായിട്ട് അത് എഴുതി പഠിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് കോപ്പി റൈറ്റിംഗ് ബുക്കിന്റെ ബാക്ക് സൈഡിലായിട്ട് ഹോംവർക്ക് ആയിട്ട് എന്ത് ചെയ്യുക? ചെയ്ത് തരിക. അടുത്തത് നമ്മൾ ഉത്തരം എഴുതുകയാണ് അല്ലേ? ഉത്തരം എഴുതുക എന്നുള്ളതിന്റെ 2ന്റെയും ആൻസർ ടീച്ചർ വീഡിയോടൊപ്പം എഴുതുക. അത് നിങ്ങൾ നോക്കി നിങ്ങൾ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതുക. കോപ്പി റൈറ്റിംഗ് ബുക്കിലൊന്നും നോട്ട്ബുക്കിനകത്തോട്ട് എഴുതുക. ഉത്തരം എഴുതുക 2 എണ്ണമാണ്. കുട്ടികൾ കണ്ണന്റെ കൂടെ എന്തെല്ലാം കളികളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്? അതിന്റെ ആൻസറും. രണ്ടാമത്തെ, ദാനവർ എന്താണ് ചെയ്യുന്നത്? ഇതിന്റെ 2ന്റെയും ആൻസർ ടീച്ചർ വീഡിയോടൊപ്പം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് എഴുതുക. ഓക്കെ, അടുത്തത് പദപരിചയം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? അത് കഴിഞ്ഞിട്ടുള്ളത് പര്യായം അല്ലേ? അപ്പൊ ടീച്ചർ ബോർഡിൽ എഴുതിയിടാം. നിങ്ങൾ നോക്കി നോട്ട്ബുക്കിനകത്തോട്ട് എഴുതി എടുക്കുക. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്
നോക്കി നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കുക കേട്ടോ. പര്യായ പദം എന്ന് ഹെഡിങ് എഴുതിയിട്ട് എന്ത് ചെയ്യുക, നോട്ട്ബുക്കിനകത്തോട്ട് എഴുതി എടുക്കുക. നോട്ട്ബുക്കിലാണ് ഇത് എഴുതേണ്ടത്. കേകി എന്നതിന്റെ പര്യായ പദങ്ങളാണ് മയിൽ, മയൂരം. അടുത്തത് കോകിലം അല്ലെ, കോകിലം എന്തൊക്കെയാണ്? കോകിലം എന്ന് പറഞ്ഞാൽ കുയിൽ, then പിഗ്ഗം, കുയിൽ, പിഗ്ഗം. കോകിലം എന്നതിന്റെ പര്യായ പദങ്ങളാണ് കുയിൽ, പിഗ്ഗം. അടുത്തത് വാനരം അല്ലെ, പര്യായ പദങ്ങളാണ് കുരങ്ങ്, പിന്താണ് കവി അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും കഴിഞ്ഞ വർഷങ്ങളൊക്കെ. അപ്പോ വാനരം എന്നതിന്റെ പര്യായ പദങ്ങൾ കുരങ്ങ്, കവി, കുരങ്ങ്, കവി. ഒന്നുകൂടെ പറയാം. കേകി എന്നതിന്റെ പര്യായ പദങ്ങൾ മയിൽ, മയൂരം. എന്തൊക്കെയാണ്? മയിൽ, മയൂരം. പിന്നെ കോകിലം, കോകിലം എന്നതിന്റെ പര്യായ പദങ്ങളാണ് കുയിൽ, പിഗ്ഗം. എന്തൊക്കെയാണ്? കുയിൽ, പിഗ്ഗം. പിന്നെ പറയുന്നത് വാനരം. എന്തൊക്കെയാണ്? വാനരം. വാനരം എന്നതിന്റെ പര്യായ പദങ്ങൾ കുരങ്ങ്, കവി. എന്തൊക്കെയാണ്? കുരങ്ങ്, കവി. എഴുതിയെടുത്തോ? നോട്ട്ബുക്കിനകത്തോടെ എഴുതിയെടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നോട്ട് തരത്തിലാണ് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. പര്യായ പദങ്ങൾ എന്റെ കുട്ടികൾക്ക് കൊടുത്തിട്ട് ഇത് എഴുതിയെടുക്കുക. അടുത്ത നോക്കിയേ, അടുത്തത് പറഞ്ഞിരിക്കുന്നത് ദാനവൻ. എന്താണ്? ദാനവൻ. ദാനവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ, കംസനായ ദാനവൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതല്ല അസുരൻ അല്ലെ. പര്യായ പദം അസുരൻ, ധനുജൻ. എന്താണ്? അസുരൻ, ധനുജൻ. ദാനവൻ എന്നതിന്റെ പര്യായ പദങ്ങളാണ് അസുരൻ, ധനുജൻ. നിങ്ങൾക്ക് ഇതിനായിട്ട് നോക്കി എഴുതാൻ പാടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചർ എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ അവസാനം ബാക്കിലായിട്ട് എന്ത് ചെയ്യാം, ഈ പര്യായ പദങ്ങളോട് ചേർത്ത് നോട്ട് തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കി എഴുതാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് നോക്കി എഴുതിയാൽ മതി കേട്ടോ. കുഴപ്പമില്ല, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ദാനവൻ എന്ന പര്യായ പദം എന്തൊക്കെയാണ്? അസുരൻ, ധനുജൻ. അടുത്തത് കണ്ണൻ അല്ലെ, കണ്ണൻ അല്ലെ. കണ്ണന്റെ പര്യായ പദങ്ങൾ ശ്രീകൃഷ്ണൻ, വാസുദേവൻ. ശ്രീകൃഷ്ണൻ, വാസുദേവൻ. എന്തൊക്കെയാണ്? കണ്ണൻ എന്നുള്ളതിന്റെ പര്യായ പദങ്ങൾ ശ്രീകൃഷ്ണൻ, വാസുദേവൻ. രണ്ടെണ്ണമാണ് പഠിച്ചത്. ദാനവൻ എന്നുള്ളതിന്റെ പര്യായ പദങ്ങളാണ് അസുരൻ, ധനുജൻ. എന്തൊക്കെയാണ്? അസുരൻ, പിന്നെ ധനുജൻ. പിന്നെ പറയുന്നത് കണ്ണൻ അല്ലെ, കണ്ണൻ എന്നുള്ളതിന്റെ പര്യായ പദങ്ങളാണ് ശ്രീകൃഷ്ണൻ, വാസുദേവൻ. എന്തൊക്കെയാണ്? ശ്രീകൃഷ്ണൻ, വാസുദേവൻ. അപ്പൊ ഇതിനെ നിങ്ങൾ നോക്കി എഴുതണ്ട കേട്ടോ. കുഴപ്പമില്ല, ടീച്ചറിന്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ കൂടെ പര്യായ പദങ്ങളും കൂടെ ചേർത്ത് നോട്ട് തരാമേ. അപ്പൊ അത് നോക്കി എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലൂടെ എഴുതുക. അപ്പൊ ഈ വീഡിയോയുടെ ഒപ്പം തരുന്ന ഉത്തരം എഴുതുക. അതുപോലെ തന്നെ ഈ പറഞ്ഞപ്പോ പര്യായ പദങ്ങളുടെ എല്ലാം നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ നോട്ട്ബുക്കിനകത്തോട്ടൊക്കെ എഴുതിയാൽ മതി കേട്ടോ. ഹോംവർക്ക് തരുന്ന കാര്യങ്ങൾ മാത്രം കോപ്പി ബുക്കിന്റെ ബാക്കിലോട്ട് എഴുതുക. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തുള്ള കാവ്യ സൗന്ദര്യം വിശകലനം ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള മുറിച്ച് പറയുന്നില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഇനി ടീച്ചർ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു വാക്ക് അർത്ഥം രണ്ട്. കണ്ടോ, ഒരു വാക്ക് അർത്ഥം രണ്ട്. അതായത് ഒരു വാക്കിന് എന്താണ്, ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ഒരു വാക്കിന് ഒന്നിൽ കൂടുതൽ എന്തുണ്ടായിരിക്കും, അർത്ഥം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വാക്കിന് ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ വരുന്നു. അതിനൊരു ഉദാഹരണം നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ. അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ. അന്നങ്ങൾ, അവിടെ അന്നങ്ങൾ എന്നുള്ളതിന്റെ ആ വാക്കിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്ത് ഒന്ന് വരച്ചിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കണ്ടോ, അന്നങ്ങൾ എന്നുള്ളതിന്റെ താഴെയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടോ? അപ്പോ ഈ അന്നങ്ങൾ എന്നുള്ളതിന് നമുക്ക് രണ്ടർത്ഥം വരും. നിങ്ങൾ അർത്ഥം നോക്കിയേ. അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ അല്ലെ. അതായത് അന്നങ്ങൾ, അവിടെ നമ്മൾ അന്നങ്ങൾ എന്ന് പറഞ്ഞത് എന്തിനെയാണെന്ന് അറിയാമോ? അരയന്നം അല്ലെ. അരയന്നത്തെ പോലെ എന്താണ്, കുടുങ്ങി കുടുങ്ങിയാണ് കുഞ്ഞുങ്ങൾ, ആ കുട്ടികൾ എന്ത് ചെയ്ത് നടക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. വൃന്ദാവനത്തില് കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നങ്ങൾ, അരയന്നങ്ങൾ അല്ലെ. അരയന്നങ്ങൾ നടക്കുന്നത് എങ്ങനെയാ, കുടുങ്ങി കുടുങ്ങി. അവർ നല്ല ദിവസം പഠിച്ചല്ലേ. അപ്പൊ അതുപോലെ അതിനെ അനുകരിച്ചാണ് കൃഷ്ണനും കൂട്ടുകാരൻ നടക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ ഈ അന്നങ്ങൾ എന്നുള്ളതിന്റെ അർത്ഥം അരയന്നം എന്നാണ് അല്ലയോ. അതിന് തൊട്ട് താഴെ നോക്കിയേ. വിശന്നു വലഞ്ഞിട്ട് ഉറങ്ങി അന്നം തേടി അലഞ്ഞൊരു പാവം അല്ലെ. അതായത് വിശന്നു വലഞ്ഞിട്ട് അന്നും ഉറങ്ങി അന്നം തേടി അലഞ്ഞൊരു പാവം. അവിടെ അന്നം എന്നുള്ള വാക്കിന്റെ അടിയിൽ എന്തുണ്ട്, ചെറിയൊരു വര പോലെ ഉണ്ട് അല്ലെ. അതായത് വിശന്നു വലഞ്ഞിട്ട് അന്നും ഉറങ്ങി അന്നം തേടി അലഞ്ഞൊരു പാവം. അവിടെ അന്നം എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്, ആഹാരം
ഭക്ഷണം, കഴിക്കാനുള്ള ആഹാരം, അതിനെയാണ് അവിടെ എന്തെന്ന് പറയുന്നത്? അന്നം എന്ന് പറയുന്നത്. തൊട്ട് മുകളിൽ പറഞ്ഞ അന്നം എന്ന് പറഞ്ഞാൽ അരയന്നവും, താഴെ രണ്ടാമത്തെ വരിയിൽ പറയുന്ന അന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹാരം, നമ്മൾ കഴിക്കുന്ന ആഹാരവുമാണ് പറയുന്നത് അല്ലേ? ഒരേ വാക്കാണ്, പക്ഷെ അതിന് രണ്ടിനും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളാണ് ഉള്ളത്. അപ്പൊ അവിടെ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. അന്നം എന്നൊരു വാക്ക് ഒരേ അർത്ഥത്തിലാണോ രണ്ട് കവിതയിലും പ്രയോഗിച്ചിട്ടുണ്ട്? ആണോ? അല്ലല്ലേ? ഒരു അന്നം എന്ന് പറഞ്ഞാൽ അരയന്നവും മറ്റേ അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ആഹാരവുമാണ് പറയുന്നത്. ഇതുപോലെ രണ്ടർത്ഥമുള്ള പദങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതുക. അപ്പൊ അത് ഹോംവർക്കാണ്. ആ വാക്കിന് തന്നെ രണ്ടർത്ഥം ഉണ്ടാവും. നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒരു ഉദാഹരണം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ഹോംവർക്കായിട്ട് ചെയ്യുക അല്ലേ? ഒരു വാക്ക്, പക്ഷെ അതിന് എന്താണ്? രണ്ട് വ്യത്യസ്ത അർത്ഥം ഉണ്ടാക്കി. ഇപ്പൊ ഇവിടെ അന്നം എന്നുള്ളതിന് രണ്ട് അർത്ഥമുണ്ട്. ഒന്ന് അരയന്നം എന്നും അർത്ഥമുണ്ട്, ഒന്ന് ആഹാരം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരേ വാക്ക് പറഞ്ഞുണ്ട്, പക്ഷെ ആ വാക്കിൽ രണ്ട് വേറെ വേറെ അർത്ഥങ്ങൾ വരുന്ന വാക്കുകൾ കണ്ടുപിടിച്ച് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തു തരണം. അപ്പൊ അത് രണ്ടും ഈ പറഞ്ഞ ഉത്തരം പറയുക എന്നുള്ളതും ഈ ഒരു വാക്ക് അർത്ഥം രണ്ട് എന്നുള്ളതും കോപ്പിറൈറ്റിംഗ് ബുക്കിന്റെ ബാക്ക് സൈഡിലായിട്ട് എഴുതുക ഹോംവർക്കായിട്ട്. ഓക്കെ, അപ്പൊ ബാക്കി ഇന്ന് പഠിപ്പിച്ച പര്യായ പദങ്ങളും അതുപോലെ തന്നെ ഉത്തരം എഴുതുകയെല്ലാം ടീച്ചർ ഈ വീഡിയോടൊപ്പം നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. പര്യായ പദങ്ങളും പിന്നെ അതുപോലെ തന്നെ ഉത്തരം എഴുതുക, ഇത് രണ്ടും ടീച്ചർ തരുന്ന നോട്ട് കോപ്പിറൈറ്റിംഗ് ബുക്കിനകത്തോട്ട് ഒരു 5 times വെച്ചിട്ട് എഴുതി പഠിച്ച് ടീച്ചറിന് അയച്ചു തരിക കേട്ടോ. 5 വട്ടം വെച്ച് എഴുതി പഠിച്ച് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരിക. ഓക്കെ ഓക്കെ, താങ്ക് യു. Life in a world that keeps changing. Think that it's progress you're making. Copy and paste pretty faces all the time. Pictures so perfect we play through only cause you set up the angle. Web that you weave got us tangled, caught in what's before our eyes. Show off your fantasy reality. Whoa, that's yours, but I'll keep doing mine. You'll be living your good life. Catch a glimpse from the outside, then you see me now, see me now, see now. Don't need any timeline to prove that this is my life. I can see it now, see it now, see now. You'll be living your good life. Catch a glimpse of the outside, then you see me now, see me now, see me now. Don't need any timeline to prove that this is my life. I can see it now, see it now, see now. Beautiful people still make mistakes. It isn't perfection, what is it we chase? Bow for your 15 seconds of fame. It's your time. Give me the messy, give me the pain. A rose will not grow without the rain. I wanna be someone who says there's more than meets the eye. Show off your fantasy reality. Whoa, that's yours, but I'll keep doing mine. Good morning all of you. Good morning. Teacher na Hindi ആണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. All of you take your textbook. Page number 7. Okay, എല്ലാ textbook എടുത്തോ? Page number 7 എടുത്ത് എല്ലാവരും എടുത്തോ? Okay. അപ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് ചാപ്റ്റർ ആണ് പഠിക്കാനായിട്ടുള്ളത്. എന്താണ് ചാപ്റ്ററിന്റെ നെയിം? റീഡ് ചെയ്തേ. എന്താണ്? ബുദ്ധിമാൻ ബന്ദർ और बेवकूफ बकरा അല്ലേ? നമുക്കൊരു സ്റ്റോറിയാണ് ഇവിടെ പഠിക്കാനായിട്ടുള്ളത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പോയം പഠിച്ചിരുന്നു അല്ലേ? ഇന്ന് നമുക്കൊരു സ്റ്റോറിയാണ് പഠിക്കാനായിട്ടുള്ളത്. എന്താണ് സ്റ്റോറിയുടെ നെയിം? പറഞ്ഞേ. ബുദ്ധിമാൻ ബന്ദർ और बेवकूफ बकरा അല്ലേ? എന്താണ്? ബുദ്ധിമാനായ കുരങ്ങനും വിഡ്ഢിയായ ആടും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ ടീച്ചർ ഫസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാൻ നോക്കിക്കേ. जेड़ का महीन था, धूप बहुत कड़ी थी दोपहर के समय। तब एक प्यासा बंदर जंगल में पानी की घोष में इधर उधर फड़क रहा था। उसी समय एक जगह में एक गंडा दिखाई पड़ा। उसने देखा कि गंडे में पानी भरा था. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ കഥ പറയുന്നത്? എന്താണ് എന്താ കഥയിൽ പറയുന്നത്? जेड़ का महीन था, धूप बहुत कड़ी थी दोपहर के समय. എന്താ പറയുന്നത്? നല്ല സൂര്യനൊക്കെ ഉള്ള ഒരു സമയം. ആ
മാസമായിരുന്നു അത് അല്ലേ? നല്ല ചൂടുള്ള ഒരു സമയം അല്ലേ? ഉച്ച സമയം. ഓക്കെ, तब एक प्यासा बंदर जंगल में पानी की गोंज में इधर उधर भटक रहा था. ആ ഒരു സമയത്ത് അല്ലേ, നല്ല ചൂടുള്ള ആ ഒരു സമയത്ത് അല്ലേ, സൂര്യൻ തിളച്ചു നിൽക്കുന്ന, അറിയാമല്ലോ നമുക്ക് ഉച്ച സമയത്ത് എന്താണ്, നല്ല ചൂടായിരിക്കും അല്ലേ? ആ ഒരു സമയത്ത് एक प्यासा बंदर അല്ലേ, എന്താണ്, നല്ല ദാഹിച്ച് ഒരു ബന്ദർ അല്ലേ, നല്ല ഒരു കുരങ്ങൻ ജംഗൽ में पानी की गोंज में इधर उधर भटक रहा था അല്ലേ, ദാഹിച്ചു വലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിനായി തെരഞ്ഞ് നടക്കുന്നു അല്ലേ. ഇധർ ഉധർ ഭटक रहा था, വെള്ളത്തിനായി അല്ലേ. കുരങ്ങൻ എന്താണ്, ദാഹിക്കുന്നു, എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ എന്ന് തിരക്കി നടക്കുകയാണ്. उसी समय एक जगह में एक गंडा दिखाई पड़ा. ആ സമയത്താണ് നമ്മുടെ ഈ കുരങ്ങൻ ഒരു കുഴി കണ്ടത് അല്ലേ. उसने देखा कि गंडा में पानी भरा था. ആ കുഴിയിൽ നിറയെ എന്തുണ്ട്, വെള്ളവും ഉണ്ടല്ലേ. നമ്മുടെ കുരങ്ങൻ ദാഹിച്ചു വലഞ്ഞ് നടക്കുകയായിരുന്നു ഒരു തുള്ളി വെള്ളത്തിനായി അല്ലേ. നോക്കിക്കേ, प्यासा के कारण बंदर बहुत बेचैन हो रहा था. उसने कुछ न सोच और तुरंत गंडा में कूद पड़ा. जब पेड़ पर पानी भी चुका और उसका मन कुछ ठंडा हुआ, तब सोचने लगा कि कैसे बाहर निकलूं, क्योंकि गंडा का किनारे सीधा और ऊंचा था, इसलिए वह ऊपर नहीं चढ़ सका. बंदर बड़ी देर तक गंडा में तैरता रहा. എന്താ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ നമ്മുടെ ഈ ബന്ദർ അല്ലേ, കുരങ്ങൻ ദാഹിച്ചു വലഞ്ഞ് അതിലൂടെ നടക്കുമ്പോൾ അല്ലേ, നടക്കുന്ന സമയത്ത് എന്താണ്, ഒരു കുഴി കണ്ടു. ആ കുഴിയിൽ നിറച്ചും എന്തുണ്ട്, വെള്ളമുണ്ട്. प्यासा के कारण बंदर बहुत बेचैन हो रहा था അല്ലേ. ദാഹിച്ചു വലഞ്ഞ് നോക്കി എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം കണ്ട് നമ്മൾ എന്ത് ചെയ്യും, വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് തോന്നും അല്ലേ. അങ്ങനെ നമ്മുടെ ഈ ബന്ദറും അല്ലേ, കുരങ്ങനും എന്ത് ചെയ്തു, ഒന്നും ചിന്തിക്കാതെ എന്ത് ചെയ്തു, उसने कुछ न सोच और तुरंत गंडा में कूद पड़ा. ആ കുഴിയിലേക്ക് എടുത്ത് ചാടി. जब पेड़ पर पानी भी चुका और उसका मन कुछ ठंडा हुआ അല്ലേ. വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും ആവശ്യത്തിലധികം വെള്ളം കുടിക്കുകയും തന്റെ മനസ്സ് എന്ത് ചെയ്യുകയും ചെയ്തു, തണുപ്പിക്കുകയും ചെയ്തു. लगा कि तब सोचना लगा कि कैसे बाहर निकलूं, क्योंकि गंगा के किनारे सीधा और ऊंचा था, इसलिए वह ऊपर नहीं चढ़ सका. बंदर बड़ी देर तक गंगा में तैरता रहा അല്ലേ. ഒന്നും ആലോചിക്കാതെ വെള്ളം, ആ കുഴിയിലെ വെള്ളം കണ്ടപ്പോ നമ്മുടെ കുരങ്ങൻ എന്ത് ചെയ്തു, ആ കുഴിയിലേക്ക് എടുത്ത് ചാടുകയും വയറു നിറയെ വെള്ളം കുടിക്കുകയും തന്നെ മനസ്സ് തണുപ്പിക്കുകയും ഒക്കെ ചെയ്തു അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ കുരങ്ങൻ ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. എന്താണ് ചിന്തിക്കാൻ തുടങ്ങിയത്, ഞാൻ ഇനി എങ്ങനെ കുഴിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കും, വെള്ളം കണ്ടപ്പോൾ ദാഹിച്ച് വലഞ്ഞ് നിന്നത് കൊണ്ട് ഞാൻ ആ കുഴിയിലേക്ക് എടുത്ത് ചാടിയത്, ഇനി ഞാൻ എങ്ങനെ ഈ കുഴിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കും എന്ന് നമ്മുടെ ഈ കുരങ്ങൻ ചിന്തിക്കാൻ തുടങ്ങി അല്ലേ. അപ്പോഴാണ് മനസ്സിലായത് അല്ലേ, ഈ കുഴിയുടെ വശങ്ങളൊക്കെ എന്താണ്, നേരായതും ഉയരവും ഉള്ളതുമാണ് അല്ലേ. നോക്കിക്കേ, क्योंकि गंगा के किनारे सीधा और ऊंचा था, इसलिए वह ऊपर नहीं चढ़ सका അല്ലേ. ഈ കുഴിയുടെ വശമെല്ലാം നേരായതും ഉയർന്നതുമായതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കുകയില്ല. ബന്ദർ ബड़ी देर तक गंगा में तैरता रहा. ഓക്കെ, അപ്പൊ എന്താണ്, മുകളിലേക്ക് കയറാനായിട്ട് സാധിച്ചില്ല കുരങ്ങൻ. അതിൽ തന്നെ എന്ത് ചെയ്തു, നീന്താനായിട്ട് തുടങ്ങി, പുറത്തേക്ക് ചാടാനായിട്ട് സാധിച്ചില്ല. इतने में एक बूढ़ा बकरा उधर से होकर निकला. उसे भी प्यास लगी थी. ആ ഒരു സമയത്താണ് ഒരു വൃദ്ധനായ ഒരാട് അല്ലേ, एक बूढ़ा बकरा उधर से होकर निकला, ആ വഴി വന്നത് അല്ലേ. ആ ഒരു സമയത്താണ് ഒരു വൃദ്ധനായ അല്ലെങ്കിൽ വയസ്സനായ ഒരാട് ആ വഴി ആ കുഴിയുടെ അരികിലായിട്ട് വന്നത്. നമ്മുടെ ആ ഒരു ആടിനും എന്താണ്, വെള്ളത്തിനായി ദാഹിച്ചിരുന്നു, കുറച്ച് വെള്ളത്തിനായിട്ട് ദാഹിച്ചു വലഞ്ഞ് നടക്കുകയായിരുന്നു. उसने गंडा में बंदर को देखकर पूछा, क्यों जी पानी कैसा है. അപ്പോഴാണ് നമ്മുടെ ഈ കുഴിയിൽ ആരെ കണ്ടത്, അങ്ങനെ കണ്ടത്, കണ്ടത്. അപ്പോൾ നമ്മുടെ
ബക്കര ചോദിക്കുകയാണ്, ക്യോംജി പാനി കൈസാ ഹേ, ഇതിലുള്ള വെള്ളം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ബന്ദർ ജവാബ് ദിയേ കി ഭായി സാഹബ് ക്യാ കഹൂ, मैंने अपनी जिंदगी में ऐसा ठंडा और मीठा पानी कभी नहीं पिया, तुम फिर जल्दी खुद आओ और पानी पीकर प्यास बुझाओ. എന്താ പറഞ്ഞിരിക്കുന്നത്? ബന്ദർ ജവാബ് ദിയേ കി ഭായി സാഹബ് ക്യാ കഹൂ. നോക്കിയിട്ട് നമ്മുടെ ബന്ദർ തന്റെ ആടിനോട് ബക്കരയോട് പറയുകയാണ്, ഭായി സഹോദരൻ, ഞാൻ എന്താണ് പറയേണ്ടത്? मैंने अपनी जिंदगी में ऐसा ठंडा और मीठा पानी कभी नहीं पिया, ഞാൻ ഇതുപോലെയുള്ള മധുരമുള്ള വെള്ളം ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. ഞാൻ ഇതുപോലെ ഇത്രയും മധുരമായ വെള്ളം ഞാൻ എന്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞു? നമ്മുടെ കുരങ്ങൻ ആടിനോട് പറഞ്ഞു. നിങ്ങളും എന്ത് ചെയ്യുക? ഈ വെള്ളം കുടിച്ചോളൂ, നിങ്ങളുടെ ദാഹവും ഇതോടുകൂടി ശമിപ്പിക്കൂ എന്ന് നമ്മുടെ കുരങ്ങൻ നമ്മുടെ ബക്കരയോട് പറയുകയാണ്. ബക്കര ബന്ദർ की बातें में विश्वास रखकर डंडे में घुस पड़ा. നമ്മുടെ ഈ കുരങ്ങൻ പറയുന്നത് കേട്ട് വിശ്വസിച്ച് നമ്മുടെ ആടും എന്ത് ചെയ്തു? കുഴിയിലേക്ക് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ബന്ദർ ബഹുത്ത് ചാലകത. നമ്മുടെ ബന്ദർ എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധിമാനാണ് അല്ലേ? കുരങ്ങൻ എങ്ങനെയാണ്? ബുദ്ധിമാനാണ്. वह तुरंत बकरे की पीठ पर पैर रखकर गड्ढे से बाहर निकला आया. പറഞ്ഞു നമ്മുടെ ബുദ്ധിമാനായ കുരങ്ങൻ ആടിനോട് പറഞ്ഞു, ഞാൻ ഈ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും മധുരമുള്ളതായ വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഇത് കേട്ട് ഒന്നും നോക്കാതെ നമ്മുടെ വ്യക്തിയെ എന്ത് ചെയ്തു? കുഴിയിലേക്ക് എടുത്ത് ചാടി. അപ്പൊ നമ്മുടെ ഈ ബന്ദർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നോക്കിക്കേ. वह तुरंत बकरे की पीठ पर पैर रखकर गड्ढे से बाहर निकला आया. നമ്മുടെ ഈ ആടിന്റെ മുകളിൽ കയറി കുരങ്ങൻ എന്ത് ചെയ്തു? പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. ബക്കര ബന്ദർ की बदमाशी समझ गया. അപ്പോഴാണ് നമ്മുടെ കുരങ്ങന് നമ്മുടെ ബന്ദറിനെ മനസ്സിലായത്, താൻ അബദ്ധത്തിലാണ് ചാടിയത് അല്ലേ? वह अपने भूल पर पछताने लगा और बंदर से बोला, क्यों भाई मैं कैसे निकलूं? അപ്പോഴാണ് തന്റെ തെറ്റ്, താൻ അപകടത്തിലാണ് എടുത്ത് ചാടിയിരിക്കുന്നത്, തനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് മനസ്സിലാവുകയും നമ്മുടെ കുരങ്ങനോട് പറയുകയും ചെയ്യുകയാണ്, ക്യോं ഭായി मैं कैसे निकलूं? ഞാൻ എങ്ങനെയാണ് ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്ന് മനസ്സിലായി. തന്റെ തെറ്റ് നമ്മുടെ ആടിനും മനസ്സിലായി. നോക്കിക്കേ. ബന്ദർ ഹസ്കർ ബോല, बेवकूफ, तूने यह बात पहले ही क्यों नहीं सोची? अब इसी में पड़ रहे हो. यह कहकर बंदर तो चला गया और बकरा गड्ढे में पड़ रहा गया. അപ്പോൾ നമ്മുടെ കുരങ്ങൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, बेवकूफ അല്ലേ? എന്താണ്? foolish എന്ന് വിളിക്കാണ് കിട്ടി. तूने यह बात पहले ही क्यों नहीं सोची? എന്തുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് നേരത്തെ ചിന്തിച്ചില്ല? ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നീ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അത് ഇസീമീൻ പടുക, അതുകൊണ്ട് നീ ഇതിൽ തന്നെ കിടന്നോളൂ. यह कहकर बंदर तो चला गया और बकरा गड्ढे में पड़ रहा गया. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബന്ദർ എന്ത് ചെയ്തു? കുരങ്ങൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് പോവുകയും നമ്മുടെ ബക്കര എന്ത് ചെയ്തു? ആ കുഴിയിൽ അകപ്പെട്ടു പോവുകയും ചെയ്തു. മനസ്സിലായോ? അതാ മനസ്സിലായോ? കുരങ്ങന്റെ ബുദ്ധി കണ്ടോ? ഓക്കെ. നോക്കിക്കേ, എന്താണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? എന്താ നോക്കിക്കേ. बिना सोचा विचारे कोई काम नहीं करना चाहिए അല്ലേ? എന്ത് കാര്യം ചെയ്താലും ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാവുന്നത് അല്ലേ? നമ്മൾ എന്ത് കാര്യം ചെയ്യാനായിട്ട് പുറപ്പെട്ടാലും നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് എന്ത് ചെയ്യണം? ചിന്തിക്കണം. ചിന്തിക്കാതെ യാതൊരു കാര്യവും ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ആടിന്റെ ബക്കരയ്ക്ക് ഇത് സംഭവിച്ചു, കുഴിയിൽ ചാടേണ്ടി വന്നത്. എന്നാൽ കുരങ്ങൻ എന്ത് ചെയ്തു? ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് നമ്മുടെ ആടിനെ ആ കുഴിയിൽ അകപ്പെടുത്തി തന്നെത്താനെ രക്ഷപ്പെടുകയും ചെയ്തു. കഥ മനസ്സിലായോ? കഥ ഇഷ്ടമായോ എല്ലാവർക്കും? നോക്കിക്കേ, ടീച്ചർ ഒന്നും കൂടെ വായിക്കാം. നോക്കിക്കേ. महीना था, दोपहर घड़ी थी. दोपहर के समय तब एक प्यासा बंदर जंगल में पानी की गौज में इधर उधर फड़क रहा था.
जगह में एक गंडा दिखाई पड़ा। उसने देखा कि गंडे में पानी भरा था। प्यास के कारण बंदर बहुत बेचैन हो रहा था। उसने कुछ न सोच और तुरंत गंडे में कूद पड़ा। जब पेड़ पर पानी पी चुका और उसका मन कुछ ठंडा हुआ, तब सोचने लगा कि कैसे बाहर निकलूं, क्योंकि गंडे का किनारा सीधा और ऊंचा था, इसलिए वह ऊपर नहीं झंडा सका। बंदर बड़ी देर तक गंडे में तैरता रहा। इतने में एक बूढ़ा बकरा उधर से होकर निकला। उसे भी प्यास लगी। उसने गंडे में बंदर को देखकर पूछा, क्यों जी, पानी कैसे है? बंदर जवाब दिए कि भाई साहब, क्या कहूँ, मैंने अपनी जिंदगी में ऐसे ठंडा और मीठा पानी कभी नहीं पिया। तुम भी जल्दी कूद आओ और पानी पीकर प्यास बुझाओ। बकरा बंदर की बातों में विश्वास देखकर खंडे में कूद पड़ा। बंदर बहुत चालाक था। वह तुरंत बकरे की पीठ पर पैर रखकर गंडे से बाहर निकला आया। बकरा बंदर की बदमाशी समझ गया। वह अपनी भूल पर पछताने लगा और बंदर से बोला, क्यों भाई, मैं कैसे निकलूं? बंदर हंसकर बोला, बेवकूफ, तूने एक बात पहले ही क्यों ना सोची? अब इसमें पड़े रहो। यह कहकर बंदर तो चला गया और बकरा गंडे में पड़ रहा गया। അല്ലേ, മനസ്സിലായോ കഥ എല്ലാവർക്കും? ഇതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ എന്ത് കാര്യം ചെയ്താലും എന്ത് ചെയ്യണം? ചിന്തിക്കണം, അല്ലേ? ചിന്തിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? നമ്മൾ ആപത്തിൽ ചെന്ന് ചാടും. അതുകൊണ്ട് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് ചിന്തിക്കണം. എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ? എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ? എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? ഞാൻ ചെയ്യുന്നത് ശരിയാണോ അതോ തെറ്റാണോ എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ചിന്തിക്കണം. എന്ത് കാര്യം ചെയ്താലും ചിന്തിച്ചിട്ട് മാത്രമേ നമ്മൾ എന്ത് കാര്യം ചെയ്യാവൂ. മനസ്സിലായല്ലോ? അപ്പൊ എല്ലാരും എന്ത് ചെയ്യുക? ഏർപ്പാട് ഒരു കുഞ്ഞൊരു കഥയാണ്, അല്ലേ? അപ്പൊ ഈ കുഞ്ഞു കഥ അപ്പൊ എല്ലാരും എന്ത് ചെയ്യുക? ഒന്ന് 2 times റീഡ് ചെയ്തതിനു ശേഷം പേരന്റിനെ കൊണ്ട് സൈൻ ചെയ്ത് ടീച്ചറിന് അയച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ കുറച്ച് മീനിങ്സ് പഠിച്ചു, അല്ലേ? എന്തൊക്കെയാണ് നോക്കിക്കേ. ജൂൺ എന്താണ്? 1 month of the year. എന്താണ്? 1 month of the year. ഒരു വർഷത്തെ ഒരു മാസമാണ് എന്ന് പറയുന്നത് ജൂൺ. ദു എന്താണ്? സൺഷൈൻ. എന്താണ് ദു? സൺഷൈൻ. പ്യാസ അർത്ഥം എന്താണ്? thirsty. എന്താണ് പ്യാസ? thirsty. ഗോജ്ന to search, അല്ലേ? ഗോജ്ന എന്താണ്? to search. ഫട്കാന എന്താണ്? ഫട്കാന around here and there, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലേ? ഫട്കാന എന്താണ്? around here and there. ബേചൈൻ എന്താണ്? restless, അലഞ്ഞു തിരിഞ്ഞു നടക്കുക, അല്ലേ? കുച്ച് എന്താണ്? അറിയാം. കുച്ച് എന്താണ്? small. ഗണ്ഡെ എന്താണ്? pit. കിനാര എന്താണ് അർത്ഥം? bank. കിനാരയുടെ അർത്ഥം എന്താണ്? bank. തൈർന എന്താണ്? to swim. തൈർനയുടെ മീനിങ് എന്താണ്? to swim. ജിന്ദഗി എന്താണ്? life. ജിന്ദഗി എന്താണ്? life. പീഡ് എന്താണ്? back. പീഡ് എന്താണ്? back. ബദ്മാഷി എന്താണ്? wick. എന്താണ്? wick. പച്താന എന്താണ്? grief. എന്താണ്? പച്താന grief. ഹസ്ന to laugh. ഹസ്ന എന്താണ്? to laugh. ബേവ്കൂഫ് എന്താണ്? fool, അല്ലേ? വിഡ്ഢി. ബേവ്കൂഫ് എന്താണ്? fool. മനസ്സിലായല്ലോ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന്? നമുക്ക് ടീച്ചർ വായിക്കാൻ നോക്കിക്കേ. ജെ 1 month of the year. ദു എന്താണ്? സൺഷൈൻ. പ്യാസ thirsty. ഗോജ്ന to search. ഫട്കന around here and there. ബേചോ restless. കുച്ച് smart. ഗണ്ഡെ pit. കിനാര bank. തൈർന to swim. ജിന്ദഗി life.
pid, back, badmashi, wick, pachhtana, grief, hasna, to laugh, bevkuf, fool. മനസ്സിലായല്ലോ അർത്ഥം? എല്ലാവരും എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് ഈ അർത്ഥം എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? പഠിക്കുക. സ്പെല്ലിംഗ് അറിയാൻ വയ്യാത്തത് എന്ത് ചെയ്യണം? എല്ലാവരും പറഞ്ഞ് എഴുതി പഠിക്കണം കേട്ടോ. അപ്പൊ ഈ മീനിങ്സ് എല്ലാവരും കാര്യം ചെയ്തോ? ഒരു 5 times എല്ലാവരും എഴുതി പഠിച്ച് ടീച്ചറിന് അയച്ചു തരണം. ഓക്കെ, അതോടൊപ്പം എന്ത് ചെയ്യുക? കോപ്പി ബുക്കിൽ എന്ത് ചെയ്യുക? ഈ മീനിങ്സ് റൈറ്റ് ചെയ്യുക. അതിനുശേഷം ടീച്ചർ അയച്ചു തന്നല്ല. ഓക്കെ, അപ്പൊ നോട്ട്ബുക്കിലും എന്ത് ചെയ്യണം? നമ്മുടെ ഈ മീനിങ്സ് റൈറ്റ് ചെയ്യുക, കോപ്പി ബുക്കിലും റൈറ്റ് ചെയ്യുക. ഓക്കെ, ഈ മീനിങ്സ് എല്ലാവരും എഴുതി പഠിക്കുകയും കൂടി വേണം. എത്ര ടൈംസ് ആണ്? 5 times എഴുതി പഠിക്കുകയും വേണം. ഓക്കെ, അതോടൊപ്പം എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച ഈ സ്റ്റോറി എല്ലാവരും എന്ത് ചെയ്യുക? 2 times റീഡ് ചെയ്ത് പെണ്ണിനെ കൊണ്ട് സൈൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും കഥ? ഇഷ്ടമായോ? ഓക്കെ, അപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ടീച്ചറിന് അയച്ചു തരിക. ടീച്ചർ അടുത്ത ദിവസം വിളിക്കുമ്പോൾ ഈ മീനിങ്സ് ചോദിക്കുന്നതായിരിക്കും. എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ പറയും.